ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മളിനി പഠിക്കാൻ പോകുന്ന ഒരു വെറൈറ്റി സാധനമാണ്. ഓക്കെ, വെറൈറ്റി ഏതാ? ഇൻട്രസ്റ്റ് ഓൺ ഫിനാൻസിങ് ചാർജ്. എന്താ സംഭവം? ഇത് പറയുമ്പോൾ പല കുട്ടികളും ചോദിക്കുന്നൊരു കാര്യമുണ്ട്. ആ കാര്യം എന്താണെന്നറിയോ? ഈ ഫിനാൻസിങ് ചാർജ് സാറേ നമ്മൾ കോസ്റ്റ് ഷീറ്റിൽ എടുക്കില്ലല്ലോ, ഇത് പ്യുവർലി ഒരു ഫിനാൻഷ്യൽ ഐറ്റം അല്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ എക്സാമ്പിളുകളൊക്കെ? ഏതാ? ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ലോൺ അല്ലേ? ബാങ്ക് ലോൺ ഒരു എക്സാമ്പിൾ ഇടാം. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ. ഇതൊന്നും ഒരു കാരണവശാലും എന്തിൻ്റെ ഭാഗമാവില്ല? ഈ പറയുന്ന കോസ്റ്റ് ഷീറ്റിൻ്റെ ഭാഗമാവില്ല. പിന്നെ എന്തിനാ സാർ നമ്മളിത് പഠിക്കുന്നത്? ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഒരു രസകരമായ നോട്ടുണ്ട്, നിങ്ങൾ ആ നോട്ടായിട്ട് തന്നെ എഴുതി വെച്ചോ. ഞാൻ പറയുന്നുള്ളൂ, ഫുള്ളായിട്ട് എഴുതുന്നില്ല, ശ്രദ്ധിക്കുക. ഇൻട്രസ്റ്റ് ആൻഡ് ഫിനാൻസ് ചാർജ് നെവർ ടേക്കൺ ഇൻ ടു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, എഴുതുന്നില്ലേ? ഇൻട്രസ്റ്റ് ആൻഡ് ഫിനാൻസ് ചാർജ് നെവർ ടേക്കൺ ഇൻ ടു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. നമുക്കറിയാം, ഒരിക്കലും അത് കോസ്റ്റ് ഷീറ്റിൽ എന്ത് ചെയ്യില്ല, എടുക്കൂല എന്നറിയാം. പക്ഷെ വേറൊരു പോയിൻ്റ് ഉണ്ടേ. ബട്ട് കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ടിൽ ഒരു അനക്ചർ ഉണ്ട്, അഥവാ കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് അനക്ചർ 2. കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ടിൽ എന്തൊക്കെ ഉൾക്കൊള്ളണം എന്ന് പറയുന്ന ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സാധനമാണ് അനക്ചർ. അത് നിങ്ങൾ പഠിക്കും. ഓക്കെ, അവിടെ അവർ പറയുന്നുണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് ഫിനാൻസ് ചാർജ് എന്ത് ചെയ്യണം? ക്യാൻ ബി ക്ലബ്ഡ് ഓവർ ദ ബോട്ടം ഓഫ് കോസ്റ്റ് ഷീറ്റ്. കോസ്റ്റ് ഷീറ്റിൻ്റെ ഏറ്റവും ലാസ്റ്റ് എല്ലാ കോസ്റ്റുകളും ആഡ് ചെയ്തതിന് ശേഷം ബോട്ടം ഇതെന്ത് ചെയ്യണം? ആഡ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? എന്നിട്ടൊരു പോയിന്റ് ശ്രദ്ധിക്കുക. ഇറ്റ് ജസ്റ്റ് എ ഡിസ്ക്ലോഷർ. ഓക്കെ അല്ലേ? ഇതൊരു ഡിസ്ക്ലോഷർ മാത്രമാണ്. ഇതൊരിക്കലും ടോട്ടൽ കോസ്റ്റിൻ്റെ ഭാഗമാവില്ല. അത് ആഡ് ചെയ്യണം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ജസ്റ്റ് ഈ കമ്പനിക്ക് ഇങ്ങനെയൊക്കെ ഫിനാൻസ് ചാർജ് ഉണ്ട് എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ അല്ലേ? യെസ്. പിന്നെ സ്കോപ്പ് ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലേ? ഒബ്ജക്റ്റീവ് എന്ന യൂണിഫോമിറ്റി ആൻഡ് ഏതാണ്? കൺസിസ്റ്റൻസി. ദെൻ സ്കോപ്പ് നോക്കി നിങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞ അതേ പോയിന്റുകൾ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ടാവും? റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവും. ഏതാ? മെഷർമെൻറ്റ്, അസൈൻമെൻറ്റ്, പ്രസൻറ്റേഷൻ, ഡിസ്ക്ലോഷർ. ഓഫ് ഇവിടെ ഏതാണ്? ഈ ഇൻട്രസ്റ്റ് ആൻഡ് ഫിനാൻസ് ചാർജ് ആണ്. ഓക്കെ അല്ലേ? ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് പർട്ടിക്കുലർ